നമ്മളെല്ലാവരും ഓരോ വെബ്സൈറ്റിലാണെങ്കിൽ നമ്മൾ ഓരോ ബ്രൗസർ മുഖേന കയറുന്നതാണ് അല്ലേ. ഇപ്പോൾ ഒപ്പേറ മിനി ഉണ്ട്, മൊസില്ല ഫയർഫോക്സ് ഉണ്ട്, ക്രോം ഉണ്ട്, അങ്ങനെ പല ബ്രൗസേഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു വെബ്സൈറ്റ് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്? ഏതൊരു വെബ്സൈറ്റ് നിങ്ങളുടെ മുന്നിൽ ഡിസ്പ്ലേ ആകണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് IP അഡ്രസ്സ് വേണം. അതായത് നിങ്ങളൊരു വെബ്സൈറ്റിലോട്ട് നിങ്ങളൊരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എൻ്റർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ www.google.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സാണ്. ആ ഡൊമൈൻ നെയിം ആണെങ്കിൽ ആ വെബ്സൈറ്റിലോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ആ പറഞ്ഞ ബ്രൗസറിലോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കും. ആ ബ്രൗസറിൽ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിൽ ഇനിഷ്യലി ആ ബ്രൗസർ എന്ത് ചെയ്യും? റീസെൻ്റ്ലി ആ പറഞ്ഞ വെബ്സൈറ്റിലോട്ടാണെങ്കിൽ ഈ പറഞ്ഞ ബ്രൗസർ മുഖേനയാണെങ്കിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്രൗസറിൻ്റെ റീസെൻ്റ് അഥവാ നമ്മുടെ ലോക്കൽ മെമ്മറി പോയി ചെക്ക് ചെയ്യും. ഇതിൻ്റെ IP അഡ്രസ് ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യും. ബ്രൗസറിൻ്റെ ലോക്കൽ മെമ്മറി അല്ലെങ്കിൽ ലോക്കൽ ക്യാഷിലും ഈ പറഞ്ഞ IP അഡ്രസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കും, IP അഡ്രസ്സിന് എടുക്കും. ഇപ്പോൾ അഥവാ ഇപ്പോൾ IP അഡ്രസ് ആ ലോക്കൽ മെമ്മറി ഇല്ല, ഈ പറഞ്ഞ ബ്രൗസറിൻ്റെ ലോക്കൽ മെമ്മറി ഇല്ലെങ്കിൽ എങ്ങോട്ട് പോകും? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലോക്കൽ മെമ്മറിയിലോട്ട് അഥവാ OSൻ്റെ ലോക്കൽ മെമ്മറിയിലോട്ട് പോകും. ആ OSൻ്റെ ലോക്കൽ മെമ്മറി പോയി ചെക്ക് ചെയ്യും, IP അഡ്രസ് ഉണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യും. IP അഡ്രസ് എന്ന് പറയുമ്പോൾ ഒരു 4 പാർട്ട് ന്യൂമറിക് അഡ്രസ് ആണ് ഈ IP അഡ്രസ് എന്ന് പറയുമ്പോൾ. ഓരോ വെബ്സൈറ്റിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞുള്ള ഈ OSൻ്റെ ലോക്കൽ മെമ്മറിയിൽ പോയി ചെക്ക് ചെയ്തിട്ടാണെങ്കിൽ അവിടെയും ഇല്ലെങ്കിൽ എങ്ങോട്ട് പോകും? ഏറ്റവും അവസാനം പോകുന്ന ഒരു നെറ്റ്വർക്ക് ടെക്നോളജിയാണ് DNS സെർവർ. അപ്പോൾ ഈ DNS സെർവറിലാണെങ്കിൽ നമ്മുടെ ലോകത്തുള്ള എല്ലാ വെബ്സൈറ്റിൻ്റെയും അതിൻ്റെ കറസ്പോണ്ടിങ് IP അഡ്രസ് ഇവിടെ ഉണ്ട്, DNS സെർവറിലുണ്ട്. DNS സെർവറിൻ്റെ റൂട്ട് മുതലാണെങ്കിൽ എപ്പിക്ക് വരെ ചെക്ക് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് എന്ത് കിട്ടും? ഈ പറഞ്ഞ IP അഡ്രസ് കിട്ടും. ഇപ്പോൾ അവിടെ നിന്ന് ഈ പറഞ്ഞ ഇതിൻ്റെ കറസ്പോണ്ടിങ് IP അഡ്രസ് കിട്ടിയില്ലെങ്കിൽ വെബ് പേജ് നോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സെർവർ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ആയിട്ട് വരും. അപ്പോൾ DNS സെർവറിൽ നിന്നാണെങ്കിൽ IP അഡ്രസ് കിട്ടുകയും ദെൻ പിന്നെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സെർവർ ആണെങ്കിൽ ഈ ബ്രൗസറായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ വെബ് പേജ് ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.